എങ്ങനെയാണ് നാം നോമ്പ് നോക്കേണ്ടത്? ഉപവാസം, വർജന, പുണ്യപ്രവൃത്തികൾ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ, പങ്കുവയ്ക്കൽ, പ്രാർത്ഥന, ധ്യാനം എന്നിവയോടെ നോമ്പിൻ്റെ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് സഭയോട് ചേർന്ന് നാം നോമ്പ് നോക്കണം. ഉപവസിക്കുക എന്നാൽ അരികിൽ വസിക്കുക എന്നാണ് അർത്ഥം. ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് മാത്രം ഉപവാസമാകുന്നില്ല. കർത്താവിൻ്റെ അരികിൽ വസിക്കുന്നതാണ് സർവപ്രധാനം. നോമ്പുകാലത്തുള്ള നമ്മുടെ ഉപവാസവും വർജനയും സഭാ നിയമം അനുശാസിക്കുന്നത് കൊണ്ട് മാത്രം ആകരുത്. ദൈവസ്നേഹം നമ്മെ നിർബന്ധിക്കുന്നത് കൊണ്ടാകണം. നാം തനിച്ചല്ല, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ തൻ്റെ മണവാളൻ്റെ മുമ്പാകെ നോമ്പോടുകൂടി ചെയ്യുന്ന പ്രാർത്ഥനയിൽ ഞാനും ഉൾച്ചേരുകയാണെന്ന അവബോധത്തോടെ നോമ്പനുഷ്ഠിക്കണം. അപ്പോൾ സഭ മുഴുവൻ്റെയും നോമ്പിൻ്റെ ഫലങ്ങളിൽ നമുക്കും പങ്കുചേരാൻ കഴിയും. നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും എത്ര ചെറുതാണെങ്കിലും അവയെല്ലാം സഭാ സമൂഹമായി കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് സമർപ്പിക്കുമ്പോൾ വലിയ ശക്തിയായി മാറും. പല തുള്ളി പെരുവെള്ളം എന്ന പോലെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതകളോട് ചേർത്ത് ഒരു സഭാ സമൂഹമായി നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും സമർപ്പിക്കുമ്പോൾ അത് നമുക്കും ലോകത്തിന് മുഴുവനും വലിയ അനുഗ്രഹമായി ഭവിക്കും. നോമ്പുകാലം പ്രായശ്ചിത്ത പ്രവൃത്തികളും പരിത്യാഗ പ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും വഴി ജീവിത നവീകരണത്തിലേക്ക് കടന്നു വരാനും നമ്മുടെയും അനേകരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും വിശുദ്ധീകരിക്കപ്പെടാനും പ്രക്ഷോഭിതരാകാനുമുള്ള കാലമാണ്. സാത്താൻ്റെ കോട്ടകളെ തകർക്കുന്നതിനും വചനമായ പുത്രൻ തമ്പുരാനിലൂടെ നൽകപ്പെട്ട ജീവൻ്റെ സമൃദ്ധിയിലേക്ക് മനുഷ്യകുലത്തെ നയിക്കുന്നതിനും നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും അരൂപിയിൽ ജീവിക്കുന്ന ഒരു സഭാ സമൂഹം അനിവാര്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളിൽ പങ്കുചേരുക, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുക, തിന്മയുടെ മേൽ വിജയം വരിച്ച് പുണ്യങ്ങളിൽ വളരുക എന്നീ ലക്ഷ്യങ്ങളും നോമ്പിനുണ്ട്. മണവാളനായ ക്രിസ്തുവിനോടും സഭാസമൂഹത്തോടും ചേർന്ന് സഭയുടെ നിർദ്ദേശമനുസരിച്ച് നോമ്പനുഷ്ഠിക്കാൻ പ്രായപൂർത്തിയായവരും ആരോഗ്യമുള്ളവരുമായ സഭാമക്കൾ എല്ലാവർക്കും കടമയുണ്ട്. ഈ കടമ നാം നിർവഹിച്ചേ മതിയാകൂ. നോമ്പുകാലം പങ്കുവയ്ക്കലിനുള്ള കാലവുമാണ്. 3 വിധത്തിലുള്ള പങ്കുവയ്ക്കൽ ആവശ്യമാണ്. 1. ഉപവാസം, വർജന ഇവയിലൂടെ സ്വരൂപിക്കുന്ന സമ്പത്ത് ദാരിദ്ര്യമനുഭവിക്കുന്ന സഹോദരങ്ങളുമായി പങ്കുവയ്ക്കണം. 2. പ്രാർത്ഥന, ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ആത്മീയ അറിവും അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. 3. മാനസിക വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതിനായി നമ്മെ തന്നെ വ്യയം ചെയ്യണം. ഈ വിധത്തിലെല്ലാം നോമ്പുകാലം അനുഗ്രഹീതമാക്കി മാറ്റാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.